പൂർണ്ണമായും ശക്തിയാർജിക്കുന്നത് വരെ ആ നിലയിൽ പതുങ്ങിയിരിക്കുക എന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമി പരീക്ഷിച്ചിട്ടുള്ള ഒരു തന്ത്രവുമാണ്. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹ്യ പ്രവർത്തനം, സേവനം, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ രൂപപ്പെടുന്ന സർക്കാർ വിരുദ്ധ സമരങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി പിന്നിലുണ്ടാവും. NGOകൾ, ദളിത് മൂവ്മെന്റുകൾ, ഇതര മുസ്ലിം സംഘടനകൾ, അതുപോലെ ചാരിറ്റി ഓർഗനൈസേഷനുകൾ എന്നിവയിലെല്ലാം കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി രഹസ്യമായി സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറി നിന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും അക്കൗണ്ടബിൾ അല്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഉയ്ഗുർ മുസ്ലിങ്ങളോട് ചൈന സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് കേരളത്തിലെ CPIM മറുപടി പറയണം എന്നുവരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു കളയും. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്ക് അവർ മറുപടി പറയേണ്ടതുമില്ല. രാമായണ വിമർശനം നടത്തുകയും ഒപ്പം ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ വിമർശനാത്മകമായി അവലോകനം ചെയ്യാതിരിക്കുകയും ചെയ്യും. ഗോൾവാൾക്കറുടെ ഹിന്ദുമത രാഷ്ട്രവാദത്തെക്കുറിച്ച് സെമിനാറൊക്കെ നടത്തും. മൗദൂദി സാഹിബിന്റെ സ്വപ്നമായ മതേതര രാജ്യത്തെക്കുറിച്ച് ആരും ചോദിക്കാനും മിണ്ടാനും പാടില്ല. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലൈൻ. ഇസ്ലാമിക മത തീവ്രവാദത്തെ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് ഇസ്ലാമിനെ വിമർശിക്കുന്നതാണ് എന്ന ഒരു നരേറ്റീവ് അവർ വളരെ തന്ത്രപൂർവ്വം ആവിഷ്കരിച്ചതാണ്. RSSനെ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നല്ല, തങ്ങളെ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഈ സംഘിച്ചാപ്പയൊക്കെ കൊടുക്കുന്നത്. മതവിമർശനം നടത്തുന്ന എക്സ് മുസ്ലിങ്ങൾ, യുക്തിവാദികൾ എന്നിവർ മുതൽ രാഷ്ട്രീയ വിമർശനം നടത്തുന്നവർക്ക് വരെ സംഘിച്ചാപ്പയാണ് അടിച്ചു കൊടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്നവർ മതേതരവാദികളും വിമർശിക്കുന്നവർ സംഘികളും എന്ന ബൈനറിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനത്തെ മൊത്തം മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു വിമർശനവും ഇസ്ലാമിനെതിരായ ആക്രമണമാണെന്നുള്ള ആഖ്യാനം ഉറപ്പിക്കുക വഴി അതുകൂടിയാണ് അവർ ലക്ഷ്യമിടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം ഈ ഇസ്ലാമിക തീവ്രവാദത്തെയും ഒക്കെ വിമർശിക്കുന്നവരെ ഇസ്ലാമോഫോബിക് അല്ലെങ്കിൽ സംഘിച്ചാപ്പ കുത്തുന്നത് വഴി നിശബ്ദരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ സംഘിച്ചാപ്പ ഭയന്ന് നിശബ്ദരായിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.